നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഏത് സെഗ്മെന്റ് ജസ്റ്റ് ചോദിക്കേണ്ട. കോറിയൻ ക്രഷറാണ്, ആയുർവേദിക് മാനുഫാക്ചറിംഗ് ആണ്, പച്ചക്കറിയാണ്, കടല കച്ചവടമാണ്, റൈസ് ഹോൾസെയിലാണ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ ഇവര് പറഞ്ഞതെല്ലാം വ്യത്യസ്തമാണ്. ഒരാൾക്ക് അരിക്കച്ചവടമാണ്, ഒരാൾക്ക് ആയുർവേദിക് മെഡിക്കൽ മാനുഫാക്ചറിംഗ് ആണ്, ഒരാൾക്ക് കോറിയൻ ക്രഷറാണ്. ശരി, ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല, ഇവരുടേത് വെച്ചിട്ട് പറയാം. ഇപ്പൊ കോറിയൻ ക്രഷറിൽ ഈ ലോകത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രൊജക്റ്റ് നടക്കുന്ന ഒരു ഏരിയയാണ് സത്യത്തില് ടാൻസാനിയ, ബുർക്കിന ഫാസോ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. നമ്മളവിടെ പോയിട്ടില്ലല്ലോ? പോയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ഞാനൊരു MLA പറയല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പണ്ട് ഗോൾഡ് മൈനിങ്ങിന് വേണ്ടി പോയ ഒരു MLA ഇപ്പൊ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രഷറിയാണ്. എന്താണ് ഈ പറയുന്ന സാധനമാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ആ രാജ്യത്ത് പോയിരുന്നു, ഓരോ സ്ഥലത്തും പോയിരുന്നു. ഇപ്പൊ ആയുർവേദിക് ഇദ്ദേഹം നടത്തുന്ന ആയുർവേദിക് മാനുഫാക്ചറിങ്. അങ്ങനെയെങ്കിൽ ഈ ആയുർവേദിക് മാനുഫാക്ചറിങ് ഈ 3 വർഷം മുമ്പേ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലൊക്കെ അത് അംഗീകരിക്കപ്പെട്ടു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുവരെ എന്തായിരുന്നില്ല, അവിടെ സെന്റേഴ്സ് ഒന്നും തുടങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ സാധനങ്ങൾ അങ്ങോട്ട് നമ്മൾ വികസിപ്പിക്കുന്നില്ല? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ അബുദാബിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവർക്ക് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അബുദാബിയിലെ ഗവൺമെന്റ് എല്ലാ ക്യാഷും അവർ തരും. പക്ഷെ അവർക്ക് ഫാന്റാസ്റ്റിക് ആണെന്ന് തോന്നണം. അപ്പൊ ഹൗ ടു മേക്ക് എ പ്രൊജക്ട്, ഒരു പ്രൊജക്ട് എങ്ങനെ ഉണ്ടാക്കാം? എന്താണ് R&D എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യാം? നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ പോണ്ടേ? ക്ലാസ് കുടുംബം പറഞ്ഞ് പോയാൽ മതിയോ? ഇങ്ങനെ തന്നെയല്ലേ പോണ്ടേ? ഉറപ്പല്ലേ? ഇവിടെ വ്യാപാരികൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം, പിന്നെ കുടുംബത്തിന് അതിലേക്കും വരും, കുടുംബത്തിന്റെ ക്ലാസ്സിലേക്കും വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബിസിനസ്സിനെ വ്യത്യസ്തമായ ഏരിയയിലേക്ക് മാറ്റുന്നു. അത് നിങ്ങൾ എങ്ങനെ വെച്ചാൽ ചെയ്തോ, അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ വെച്ചാൽ ചെയ്തോ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ അരി വ്യാപാരം എന്ന് പറഞ്ഞു. ബസുമതി റൈസിനെ ഗുജറാത്തിൽ നിന്ന് ലോകത്തിന്റെ ഏകദേശം 56 രാജ്യത്തേക്ക് കയറ്റുന്ന ഒരു മലയാളി വ്യാപാരി എനിക്കറിയാം. ഗുജറാത്താണ് അതിന്റെ ആരവിടെ പറഞ്ഞു അല്ലേ? ഗുജറാത്തിലാണ് ബസുമതി റൈസിന്റെ ഏരിയ, അറിയാലോ. അവിടെ നിന്ന് 56 രാജ്യത്തേക്ക് അരി കയറ്റുന്ന ഒരാളെ എനിക്കറിയാം, ഒരു മലയാളി. അതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. മുപ്പര് എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ആക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അത്ര ഡെവലപ്പ് ആക്കാൻ നമുക്ക് കഴിയില്ല, എന്നാലും വെറുതെ അദ്ദേഹം ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ ആയുർവേദം എന്ന് പറയുന്ന സാധനത്തിനെ മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത വിലയായിരിക്കും. അപ്പോ അവിടെ ഉണ്ടാക്കുന്നതിന് വേറെ വിലയായിരിക്കും, ഇവിടെ ഉണ്ടാക്കുന്നതിന് വേറെ വിലയായിരിക്കും. അതിന്റെ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചിട്ട് വേറെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വ്യത്യസ്ത വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതിനതിമനോഹരമായി കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റിയും അതിനെ ഉയർത്താനുള്ള കപ്പാസിറ്റിയും നമുക്ക് വേണം. എല്ലാം മലയാളികൾക്ക് മനസ്സിലാകില്ല, എല്ലാം മലയാളികൾ അറ്റൻഡ് ചെയ്യില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗുജറാത്തികളെ കണ്ടു പഠിക്കണമെന്ന്. ഗുജറാത്തികൾ എന്ന് നിങ്ങൾ അറിയോ? ഗോൾഡ് സൂക്കിൽ പോയാൽ, ദുബായ് ഗോൾഡ് സൂക്കിൽ പോയാൽ അവിടുത്തെ കംപ്ലീറ്റ് ഡയമണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗുജറാത്തീസ്. എന്താ മലയാളികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആ ധൈര്യമില്ല നമുക്ക്. ട്രേഡിംഗ് നടത്തിയിട്ട് പൊട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഗോൾഡിലും എല്ലാറ്റിലൊക്കെ ട്രേഡിംഗ് കാണും. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ ഗ്രീഡിനെസിന്റെ അല്ലെങ്കിൽ ഫിയർനെസിന്റെ ഇടയ്ക്ക് വരുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? മോഡേൺ വ്യാപാരം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. എന്താണ് ഇപ്പൊ ഒരു ട്രേഡിംഗ് നടത്തി അതിന്റെ ഗ്രാഫ് കയറി മേലേക്ക് കയറുമ്പോൾ ആർത്തി വന്ന് പിന്നെ ഹോൾഡ് ചെയ്തിട്ട് പൈസ ഒന്നാകെ പോകും. അല്ലെങ്കിൽ പിന്നീട് താഴോട്ട് വരുമ്പോ പേടിച്ച് അതൊക്കെ വിറ്റൊഴിവാക്കിയാണ് പിന്നെയും എന്താക്കും, നഷ്ടത്തിലേക്ക് വരും. ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇടയിൽ ട്രേഡിംഗ് കിടക്കുന്നു. അതേ സാധനത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിമനോഹരമായി 0% നഷ്ടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ നാട്ടിലെ ചാനലിൽ പറയുന്ന ആൾക്കാരല്ല. അത് ചെയ്യുന്നത് IIT നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഹൈലി ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ലോകത്തിൽ അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. 20 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. കാരണം അവർ ബിസിനസിന്റെ ട്രെൻഡ് മാറ്റി. നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത് പോലെ ഇവിടെ പഴയ കാലത്ത് ഞങ്ങൾ കോഴിക്കോട്ടേക്കൊക്കെ ഞാനും എൻ്റെ പെങ്ങളും കൂടി കയറിയിട്ട് ഇപ്പൻ്റെ വണ്ടിയിൽ വരുമ്പോ ഞങ്ങൾ എണ്ണിയിരുന്നത് ഒന്ന് കാറും ഒന്ന് ജീപ്പുമാണ്. അന്നത്തെ കാർ ഏതാണെന്നറിയോ? ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ കാറ് ഇവിടുത്തെ അംബാസഡർ ആയിരുന്നു. ദ
കിങ് ഓഫ് റോഡ് അല്ലേ? റോഡ് കിങ് എന്നാണ് അതിനെ പറയാ. എന്ന് വെച്ചാൽ റോഡിലെ കിങ് ആയിരുന്നു സത്യത്തിൽ അംബാസഡർ. അംബാസഡർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ കാണാനേ ഇല്ല. എപ്പോഴെങ്കിലൊക്കെ കണ്ടെങ്കിലായി പഴയ സാധനം, പുതിയത് കാണാനില്ല. കാരണം എന്തുകൊണ്ടാ? കാലത്തിനനുസരിച്ച മാറ്റം അംബാസഡർ മാറാത്തത് കൊണ്ട്. കാലത്തിനനുസരിച്ച് അംബാസഡർ മാറിയില്ല. നല്ല കാറായിരുന്നു, നല്ല പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന പല കാറിനേക്കാളൊക്കെ ഇടിച്ചാലും ഒന്നും പറ്റാത്ത സാധനമായിരുന്നു. പക്ഷെ കാലഘട്ടം തിരുത്തിയില്ല. കാലഘട്ടത്തിൽ അവരെ തിരുത്തിയില്ല. നോക്കിയ ഫോണായിരുന്നു ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഫോൺ. നോക്കിയ ഫോണായിരുന്നു ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡ്. നോക്കിയ ആയിരുന്നു. ആ സമയത്ത് സാംസങ്ങോ ആപ്പിളൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. ആ ഒരു അവസ്ഥയിൽ നോക്കിയ നിന്നിരുന്നു. പക്ഷെ നോക്കിയ മാറാത്തത് കൊണ്ട്, നോക്കിയ എന്നും അതേപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് നോക്കിയ ഔട്ടായി. കാരണം കാലത്തിനനുസരിച്ച് മാറിയില്ല. അപ്പൊ വ്യാപാരി വ്യവസായികൾ, ഫോർ എക്സാമ്പിൾ, ഇതിലൊരു പക്ഷേ സാധാരണ രീതിയിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ കൊച്ചാക്കണ്ട. ബാർബർ ഷോപ്പ് നടത്തുന്ന ആളുകൾ ന്യൂ ട്രെൻഡ് അനുസരിച്ച് പോയില്ല എങ്കിൽ ചിലപ്പോൾ അതുപോലും താഴോട്ട് പോകും. അപ്പോ ബാർബർ ഷോപ്പ് പോലും നല്ല രീതിയിൽ നടപ്പിലാക്കുക. അതെങ്ങനെയാണ്? ഇപ്പൊ ബാർബർ അല്ലാത്ത ആളാണ് ബാർബർ ഷോപ്പിന്റെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നടത്തുന്നത്. നല്ല ഒരു പാട്ടുകാരനും യേശുദാസിന്റെ മകനുമാണ് അടുത്ത ബാർബർ ഷോപ്പിന്റെ വലിയ ട്രെൻഡി ഷോപ്പുകൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ ബാർബർ ഷോപ്പിനെ വീട്ടിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഒരിക്കലും ആരതിനെ പറ്റി ആലോചിക്കൂല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാർബർ ഷോപ്പിൽ പോയിട്ട് കുറേ നേരം ഇരിക്കൽ വലിയൊരു പണി തന്നെയാണ്. ആണോ അല്ലേ? അതോടൊപ്പം ഏറ്റവും നല്ല പൈസക്കാരായ ആൾക്കാർ അവരുടെ വീട്ടിൽ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ റൂമും ഒരുക്കിയ കൂട്ടത്തിൽ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മലയാളികളുടെ വലിയ വലിയ സമ്പത്തുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ അവർക്ക് ബ്യൂട്ടി ആകാൻ വേണ്ടിയിട്ടുള്ള റൂമനുണ്ട്. അപ്പൊ ബ്യൂട്ടീഷ്യൻസ് ഇങ്ങോട്ട് വരും. ഇത് രണ്ടും അല്ലാതെ അടിപൊളിയായിട്ട് ബാർബർ ഷോപ്പിനേക്കാൾ മനോഹരമായിട്ടൊരു വാഹനത്തിൽ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള മുഴുവൻ ആളുകളെ കണ്ടീഷൻ ചെയ്തിട്ട് പോരാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെൻഡി വെഹിക്കിൾസ് വരുന്നു. ആ ഒരു വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് കോൾ ചെയ്തിട്ട് ഇതിനെ വരുത്തും. ബാർബർ ഷോപ്പ് പോലും ഔട്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ ഇങ്ങനെ ബിസിനസിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ ലേറ്റസ്റ്റ് ട്രെൻഡിലേക്ക് എങ്ങനെ മാറ്റാമെന്നൊരു R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ഉള്ളിലോ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വ്യാപാരികളോ മൊത്തത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം പറയാം. എല്ലാ ബിസിനസ്സിലും ഈ ട്രെൻഡ് വരാൻ വേണ്ടിയിട്ട് പോവാൻ ഞാൻ പറയുന്നു. നമ്മൾ ഇന്നാള് ഒരു വലിയൊരു പിന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. ഞാൻ അവിടെ പറഞ്ഞു, അതിന്റെ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല. കാരണം അവർ കുറച്ച് പ്രൊഫഷണലി അല്ലാതെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് ആ നെഗറ്റീവ് ഞാൻ പറയാം. പോസിറ്റീവ് പറയുമ്പോൾ ബ്രാൻഡ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അത് നമ്മൾ അവരോട് പറഞ്ഞു. കാരണം ഇനി എല്ലാ ഷോപ്പുകളും ഒരു പക്ഷെ അടച്ചുപൂട്ടാൻ പോവാൻ. അതൊക്കെ സ്റ്റോറേജുകളായിട്ട് പാടും. കാരണം ആളുകൾ ഇന്ന് 80% ആളുകളും വീട്ടിലിരുന്നിട്ട് പർച്ചേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആണോ അല്ലേ? ഈ സ്ത്രീകളോട് ചോദിക്കാട്ടെ, മീഷോ നമുക്കറിയില്ല, പക്ഷെ മീഷോ അവർക്കറിയാം. മനസ്സിലായോ? മീഷോയിലൂടെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാൾ വില കുറവാണെന്ന് അവർക്കറിയാം. അപ്പൊ മീഷോ എന്ന് പറയുന്നതിലേക്ക് നമ്മളെ ഡ്രസ്സിന് എങ്ങനെ കയറ്റുമെന്ന ചിന്തയാണ് ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത്. എല്ലാം വില കുറച്ച്. കാരണം സ്റ്റാഫിന് ആവശ്യമില്ല, റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷോപ്പിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ സെയിൽ, ഡിജിറ്റൽ ആയിട്ടുള്ള കളക്ഷൻ തന്നെയല്ല, ഒരു പൈസ പോലും കടവും പോകില്ല. ഈ ഓൺലൈൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു നയാ പൈസ പോലും കടവും പോകില്ല. അപ്പൊ സാമ്പത്തികപരമായിട്ടും വിജയിക്കാം, ട്രെൻഡുകൾ അനുസരിച്ച് കൊണ്ടുപോകാം, എല്ലാം മാറ്റിക്കൊണ്ടിരിക്കാം. നമുക്ക് ഏതൊക്കെ മേഖലകളുണ്ടോ അതിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകൽ അനിവാര്യമാണ്. അപ്പൊ ഒന്ന്, ബിസിനസ്സിനെ പ്രൊഫഷണലൈസ് ചെയ്യുക. നമ്മുടെ ബിസിനസ് ചിന്തിച്ചു നോക്കിയാൽ മാർക്കറ്റിംഗ്, HR, ബിസിനസ്, അതിന്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഫിനാൻസ് എന്ന് പറയുന്ന ഭാഗം എടുത്താൽ തന്നെ കുടുംബത്തിലേക്ക് വരികയാണ്. പെട്ടോ, ഇതും കൂടി കഴിഞ്ഞിട്ട് വരാം. ഫിനാൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ഇൻകം എത്രയാണ്, നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണ്, അതുകൊണ്ട് തികയുന്നില്ല എങ്കിൽ മൾട്ടി ഇൻകം ബേസ്ഡ് സിസ്റ്റം ഏതാണ്? അപ്പൊ അവിടുന്നും ഇവിടുന്നും ഇൻകം വരാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യണമെങ്കിലുള്ള ലേറ്റസ്റ്റ് ബിസിനസിന്റെ പെഡഗോഗി എന്താണ്? അങ്ങനെ വരുമ്പോൾ അത് ആരാണ് ഡീൽ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന മകനെ ഒരു വകുപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ സാധനം ചെയ്യും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ മക്കൾ ചെയ്യും.
കാരണം മക്കൾക്ക് അത് കൊടുക്കണം എന്ന് മാത്രം. അവനൊരു നിശ്ചയ സാലറി വെച്ചാൽ മതി. അവനറിയാം ഇതിന്റെ ട്രെൻഡ് എന്താണ്. അവൻ കാര്യങ്ങൾ പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ എക്സാമ്പിൾ, AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുക, ഓരോന്നും എഡ്ജ് ഉണ്ടാക്കുക. AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സാധനത്തിന് മാറ്റിമറിക്കുക. അപ്പൊ ഞാനിട്ട ഈ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഈ ഒരു കോട്ട്, ഇതിനെ ഓരോ സെക്കൻഡിലും ഇതിന്റെ കളറുകൾ ചേഞ്ച് ചെയ്യാം എനിക്ക്. ഏതില്? AI കടന്നാൽ എന്റെ ഈ കോട്ടിനെ മാറ്റിയിട്ട് സാധാരണ കോട്ടാക്കിയിട്ട് മാറ്റാം. ഓരോ മിനിറ്റിലും ഒരു ട്രെയിനിങ്ങിൽ തന്നെ എന്താക്കാം, ആയിരക്കണക്കിന് ഡ്രസ്സുകളാക്കിയിട്ട് മാറ്റാം. അപ്പൊ ഇത് കുട്ടികൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ അവരാ പാട്ട് എന്താക്കും, പൂർത്തിയാക്കും. നമ്മളെന്താ വിചാരിച്ചത്, അവന് PG കഴിയട്ടെ എന്നിട്ടൊക്കെ രംഗത്തിറക്കാന്നുള്ളതാണ്. ബിസിനസ്സിൽ നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുപോകും. അവർക്ക് എത്ര പ്രായമായി എന്ന് നമ്മൾ നോക്കരുത്, അവരതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ നമുക്ക് ഫ്രണ്ട്സായി അവരെ കൂടെ കിട്ടും. അങ്ങനെ കൂടെ കിട്ടുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ ഉണ്ടാക്കണം. ഇവിടെയുള്ള ഭാര്യമാരോട് നമ്മൾ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കുണ്ടാക്കേണ്ടത് ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ ബിസിനസ്സുകാരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും ഒരു ബഡ്ജറ്റ് പ്ലാനിംഗ് ആണ്. ആ ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വന്ന വരവെത്ര, ചെലവാകുന്ന ചെലവെത്ര, ഇതല്ല ബഡ്ജറ്റ്. ബഡ്ജറ്റ് പലർക്കും അറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയും. നമുക്ക് വരുന്ന വരവ് മാസത്തിൽ എത്രയാണ്, അതിനെ ഇയർലി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് റിയൽ ബഡ്ജറ്റ് ആകുന്നത്. ഉദാഹരണത്തിന് കച്ചവടം ചില സീസണിൽ നന്നായിട്ട് നടക്കും, ചില സീസണിൽ നമുക്ക് കുറവായിരിക്കും. ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഓരോ മാസത്തിലും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും അത്. പക്ഷേ ടോട്ടലി ഒരു വർഷം എടുക്കുമ്പോൾ എന്തായാലും 10-15% വരെ എന്തായിരിക്കും, അതെന്താ പറയാത്ത, എന്തായിരിക്കും, ലാഭമായിരിക്കും. ചില മാസത്തിൽ കുറയും, ചില മാസത്തിൽ കൂടും, കുറയും ഒക്കെ ചെയ്യും. പക്ഷെ ടോട്ടലി ഗോൾഡിന്റെ മാർക്കറ്റിംഗ് എടുക്കുമ്പോൾ അത് എന്താകും, ഏറ്റവും ചുരുങ്ങിയത് 10-15% വരെ കൂടും. കഴിഞ്ഞ വർഷത്തിൽ ആകെ ഉണ്ടായിരുന്ന 50,000-ഓളം വരുന്ന പൈസയെ ഇപ്പൊ 25,000 രൂപ ഒരൊറ്റ വർഷം കൊണ്ടാണ് കൂടിയത്. അത് 2030 ആകുന്നതോടുകൂടി 1.25 ലക്ഷം ക്രോസ് ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു. അതുകൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇവിടെ കുറെ ഗോൾഡിന്റെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ആളുകളുടെ ആഭരണം ആ ജ്വല്ലറിയിൽ ഉണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? വിശ്വസ്തമായ സ്ഥലത്ത് കൊടുക്കാൽ. എനിക്ക് ജ്വല്ലറി ഒന്നും ഇല്ല, നമ്മളെടുത്ത് തരുമൊന്നും വേണ്ട. ഇതെന്താ അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ 50 പവനും 100 പവനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാങ്കിൽ കൊണ്ടുവച്ചാൽ പൈസ അങ്ങോട്ട് കൊടുക്കണം. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇതൊന്ന് ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയിട്ടാൽ മാസത്തിൽ കിട്ടുന്നു? ആ സാധനം എപ്പം നമുക്ക് ഗോൾഡ് ആക്കണമെന്ന് തോന്നിയോ അതൊക്കെ നമുക്ക് ഗോൾഡ് ആക്കാമെന്നും. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള 100 പവന് അല്ലെങ്കിൽ 50 പവൻ കൂട്ടിക്കോ. 50 പവന് ഇപ്പൊ ഏകദേശം എത്രയാ പൈസ? ഏകദേശം 40 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. ഈ 40 ലക്ഷം രൂപ ഇട്ടാൽ മാസത്തിൽ 40,000 ഉറുപ്പെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് കിട്ടും. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അത് വെറുതെ ഇങ്ങനെ അലമാരയിൽ ഇരിക്കുക. അത് ബാങ്ക് കൊണ്ടിട്ടാൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ സെക്യൂർഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. ആ സാധനം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ജ്വല്ലറി ഉള്ളത് ആരെങ്കിലും ജ്വല്ലറിക്കാര് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ ചുരുങ്ങിയത് 75,000 രൂപ ഉണ്ടെങ്കിൽ ഒരു പാവം വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് പർച്ചേസ് മെന്റാലിറ്റി ഉണ്ടാക്കിയിട്ട് 100 രൂപ കൊണ്ടും പർച്ചേസ് വാങ്ങിക്കാം, ഗോൾഡ് വാങ്ങിക്കാം എന്ന മെത്തഡോളജിയിലേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ? 100 രൂപ കൊണ്ട് സ്വർണം വാങ്ങിക്കാൻ പറ്റില്ല എന്നല്ല നമ്മുടെ ധാരണ. ഈ 100 രൂപ കുറിയിലിടുന്ന പോലെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം അതൊരു കുറച്ച് സമയം കഴിഞ്ഞാൽ അവർക്ക് 1 പവനായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു മെത്തഡോളജി ജ്വല്ലറിക്കാരെ തുടങ്ങിയാൽ എത്രമാത്രം അവർക്ക് കച്ചവടം കൂടുന്നറിയോ? കാരണം അവർക്ക് ആകെ 100 ഉറുപ്പിക ഇട്ടാൽ മതി. ഇതൊന്നും ഫ്രീ ആയിട്ട് ആരും ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഞാനൊരു പൊട്ടനായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ മെത്തേഡിലേക്ക് കടക്കണം, വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് കടക്കണം, വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് നമ്മൾ കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായികൾ, ഞാൻ എന്തുകൊണ്ടാണ് വ്യാപാരി വ്യവസായികളോട് ഇത്ര പറഞ്ഞെന്നറിയോ? എവിടെ എന്തൊക്കെ പ്രയാസം വന്നാലും സാമ്പത്തികപരമായി ഓടിയെത്തുന്നതും ഇവിടെ പൊളിറ്റീഷ്യൻസ് കാത്തിരിക്കുന്നതും ഒരേ ഒരു സംഘടനയാണ്. ആ സംഘടന പേരാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രളയമുണ്ടായാൽ, ഒരു ദുരന്ത ഭൂമിക ഉണ്ടായാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്റെ വക 1 കോടി എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ചില ആളുകളാണ്.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത്. നിങ്ങളാണ് ആദ്യം ഓടിയെത്തുന്നത്. അതേത് ചൂരൽമലയായാലും ശരി, അതേത് പ്രദേശമായാലും ശരി, വ്യാപാരി വ്യവസായികൾ ഉണ്ടല്ലോ എന്ന സമാധാനത്തിലാണ് പലരും ഇരിക്കുന്നത്. ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്, ജനങ്ങളെ സഹായിക്കണമെന്ന മോഹം നിങ്ങൾക്കുണ്ട്. ആ മോഹമുള്ളിടത്തോളം കാലം നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കുമെന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ വ്യാപാരികളും വ്യവസായികളും ഒരുപാട് പ്രതലങ്ങളിലേക്ക് ഉയർന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴോ തുടങ്ങിയ ബിസിനസ്സിലോ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീസിബിലിറ്റിയും വയബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും സസ്റ്റൈനബിലിറ്റിയുമാണ്. അതിൽ ഒന്നിനെ മാത്രം ഞാൻ പറയാം. സസ്റ്റൈനബിലിറ്റി എന്താ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ, സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലത്തേക്ക് ബിസിനസ് നിൽക്കുമെന്നൊരു ധാരണ തുടങ്ങുമ്പോൾ തന്നെ നമുക്കുണ്ടാവുക എന്നത്. ഇന്ന് വ്യാപാരി വ്യവസായികൾ തുടങ്ങുന്നു പൂട്ടുന്നു. ആ അവസ്ഥ സസ്റ്റൈനബിലിറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ നിങ്ങളുടെ പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ ഇവിടെ എത്ര ഇത്തരത്തിലുള്ള ഷോപ്പുകളുണ്ട്, ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്, എങ്ങനത്തെ ആൾക്കാർ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്, അവരുടെ പർച്ചേസ് മെന്റാലിറ്റി എന്താണ്, ക്യാഷ് ഫ്ലോ എത്രയാണ് ഇവിടെ വരുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കലാണ് ഫീസിബിലിറ്റി. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആരായിരിക്കണം, ആരത്തിൽ നിന്നൊക്കെ ഷെയർ ക്ഷണിക്കണം, അതിന്റെ മെത്തഡോളജി എന്താണ്, അവരെ ഡയറക്ടർ ആക്കണോ പാർട്ട്ണർ ആക്കണോ അതോ എന്താക്കണോ ജസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് നിർത്തണോ, ഇതൊക്കെ ചിന്തിക്കലാണ് വയബിലിറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റബിലിറ്റി, അഥവാ നമ്മൾ ഇടുന്ന പൈസ. എന്റെ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളെ, നമ്മളിടുന്ന പൈസ 5 വർഷം കൊണ്ടെങ്കിലും തിരിച്ചു വരാത്തത് നല്ല ബിസിനസ് അല്ല. 1 കോടി വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തുവെങ്കിൽ അത് 5 വർഷം കൊണ്ട് നമ്മളെ കയ്യിലേക്ക് തിരിച്ചു വരാത്തതൊന്നും എന്തല്ല, നല്ല ബിസിനസ് അല്ല. അതാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരണം. ആദ്യം വരേണ്ട ഇൻവെസ്റ്റ്മെന്റാ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ, നമ്മളൊരു ബിൽഡിംഗ് വാങ്ങും, ആ ബിൽഡിംഗ് ഏകദേശം 20 കൊല്ലമായിട്ടുണ്ടാവും ആദ്യം തന്നെ കച്ചവടം ആക്കിയിട്ട്, പണി കഴിഞ്ഞിട്ട്. പിന്നെ അതിനുള്ളതാകെ 30 കൊല്ലത്തെ ഡ്യൂറേഷൻ ആയിരിക്കും. 50 കൊല്ലത്തേക്കല്ല സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുക. 30 കൊല്ലത്തേക്കുള്ള ബിൽഡിംഗ് നമ്മൾ 10 കോടി റുപ്യ എടുത്ത് വാങ്ങും. എന്നിട്ട് അതിലെ വാടക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപക്ക് വാങ്ങിയ ബിൽഡിംഗ് അത് 40 ലക്ഷം ആകണമെങ്കിൽ 10 മാസം കഴിയണം, 48 ലക്ഷം ആകണമെങ്കിൽ അത്. അപ്പൊ ചുരുങ്ങിയത് 20 വർഷം കഴിഞ്ഞാലാണ് എന്താവുക, ഇതിന്റെ ROI തിരിച്ചു വരുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? ഇരിഞ്ഞോ? ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു വരുന്നത് 20 വർഷം കഴിഞ്ഞിട്ടാണ്. 20 വർഷം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്ത് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റാ നല്ല പൈസ ഇട്ടൂലേ. ഇനി നിങ്ങൾ നോക്കിക്കോ, റിയൽ എസ്റ്റേറ്റിൽ കുറെ പെഡഗോഗി വരാൻ പോവാണ്. എത്ര വർഷത്തേക്കാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടായത്, ഇപ്പൊ എത്ര വർഷമായി, ഇനി എത്ര ഡ്യൂറബിലിറ്റി ഉണ്ട്, ഇത് നോക്കാതെ ഇനി അത്യാവശ്യം കവായതുള്ള ബിൽഡിംഗ് വാങ്ങൂല. നിങ്ങൾ വിചാരിക്കും ഈ റിയൽ എസ്റ്റേറ്റിൽ മൂപ്പര് ഇടപെട്ടുങ്ങാണ്ടൊക്കെ കോളാക്കുകയാണോ. ഇത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ കച്ചവടം ഇപ്പൊ നമ്മളെടുത്തോ അല്ലെങ്കിൽ വക്കീലിന്റെ അടുത്തോ ആരെടുത്ത് പോവുകയാണെങ്കിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കും. എത്ര കൊല്ലായി കയറ്റിയിട്ട് നോക്ക്, ഇപ്പൊ എത്ര കൊല്ലായി നോക്ക്, ഇനി എത്ര കൊല്ലത്തേക്കാണ് ROI തിരിച്ച് കിട്ടാന്ന് നോക്ക്, ബാക്കി എത്ര ഉണ്ടാവും നോക്ക്. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞാൽ അത് മുഴുവൻ പൊളിക്കണം, എന്നിട്ട് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ചെലവിനെ പറ്റി ആലോചിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതിനെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം, അസറ്റിലേക്ക് എത്ര അക്യുമുലേറ്റ് ചെയ്യണം, ആ അസറ്റിൽ പെട്ടതാണ്, ആ ഒരു വല്ലാത്ത നമ്മുടെ അസറ്റിൽ പെട്ടതാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം. നമ്മുടെ ഷോപ്പ് കണ്ടിട്ട്, നമ്മുടെ ബിസിനസ് കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ മക്കളിൽ ഒരാളും +2 നിർത്തിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ കയറ്റരുത്. കോഴിക്കോട്ടുകാരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയാണ്, കോഴിക്കോട്ടിലെ ഏതൊരു പയ്യനോട് ചോദിച്ചാലും പറയും ഇപ്പാന്റെ ഷോപ്പിലാന്ന് പറയും. ഒട്ടുമിക്ക ആൾക്കാരും അതാ പറയാം. പക്ഷേ അതിന് നമ്മൾ നിൽക്കരുത്. കാരണം എന്താണെന്നറിയാം, ഞാൻ ഈ കുട്ടികളോട് പറയാം, വിവാദം ഉണ്ടാക്കിയെന്ന് പറയരുത്. എടാ, ഭാവിയിൽ നിങ്ങൾ വാപ്പ ഒരു ബെൻസ് വാങ്ങിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വാപ്പാന്റെ ബെൻസായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സമ്മതത്തിന് വേണ്ടിയിട്ട് തല ചൊറിഞ്ഞ് നിൽക്കേണ്ടി വരും. എന്നിട്ട് അഥവാ ബെൻസായിട്ട് പെണ്ണുങ്ങളായിട്ട് പോയാൽ 4 മണിക്ക് വരാന്നുണ്ടെങ്കിൽ 6 മണി ആയാൽ വാപ്പ പുളിച്ച ചീത്തറയും. അപ്പോഴൊക്കെ പെണ്ണ് നമ്മളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് വാപ്പയുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ബെൻഡിയും വാങ്ങിച്ച് നടക്കുന്നതിന്റെ പേരല്ല ആണത്തം. പകരം നമ്മളായി ഉണ്ടാക്കി ബെൻഡി വാങ്ങിക്കുമ്പോഴാണ് അതിന് ആണത്തം എന്ന് പറയുക. അതുകൊണ്ട് ഈ ബിസിനസ്സുകാരുടെ മക്കൾ മുഴുവൻ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, അത് നമ്മൾ ഗുജറാത്തികളെ കണ്ട് പഠിക്കണം. നിങ്ങൾ എന്നെങ്ങനെ വിവാദ പുരുഷൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ വീണ്ടും ഗുജറാത്തിലേക്ക് പറയാം. കാരണം അവിടെ പെഡഗോഗി അത് തന്നെയാണ്. അതുകൊണ്ട് അഹമ്മദാബാദ് കൊണ്ടുപോയിട്ട് ഏറ്റവും ടോപ്പ് IM ഇട്ടത്.
അവരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ മക്കൾക്ക് 5 കോടി രൂപ കടം കൊടുക്കും, അത് തിരിച്ചു കിട്ടാനുള്ള വർഷം എഗ്രിമെന്റ് ആയിട്ട് എഴുതും, ലോണ് പോലെ കൊടുക്കും വിത്തൗട്ട് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ആ പറഞ്ഞ വർഷം ഉണ്ടാകുമ്പോഴേക്ക് വാപ്പാക്ക് മൊത്തത്തിൽ തിരിച്ചാണ്ട് അടക്കണം. എന്നിട്ട് മോൻ എന്താക്കാം? ബിസിനസ് സ്വന്തമാക്കാം. അല്ലാതെ മോന് വേണ്ടി ബിസിനസ് ഇട്ടുകൊടുക്കുന്ന ഒരു പരിപാടി അവിടെ ഇല്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇത് നമ്മളെന്താ ചെയ്യുക? എല്ലാ മക്കൾക്കാണ്ട് കൊടുക്കും, എന്നിട്ട് വാപ്പ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ഞാൻ ബിസിനസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെയിൻ ഇല്ലാത്ത ബിസിനസ്, വല്ലാത്തൊരു ബിസിനസ്. അവൻ്റെ അതിന് വേദന ഉണ്ടായിട്ടുണ്ടാവില്ല, അവൻ അതിൻ്റെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടാവില്ല. പണ്ട് ഷെയ്ഖ് മുഹമ്മദിന്റെ ഒരു നല്ല രസകരമായ പ്രഖ്യാപനം ഉണ്ടായി, വേറെ ഒന്നോ എടുത്തതായിരിക്കാം ചിലപ്പോൾ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ നടക്കുന്ന ഇതിലാണെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ എന്തിലായിരിക്കും? നിങ്ങളെ പേരക്കുട്ടികളൊക്കെ, നിങ്ങൾ ഇത്ര ഗഡ്സിലാണെങ്കിൽ നിങ്ങളെ പേരക്കുട്ടികളൊക്കെ എവിടെ എത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ ഉപ്പാപ്പ ഉണ്ടല്ലോ, ഉപ്പാപ്പ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാ പറഞ്ഞത്. അതായത് ഉപ്പാപ്പാന്റെ ഉപ്പ അന്ന് ഒരു ഒട്ടകപ്പുറത്തായിരുന്നു. അതിനുശേഷം വന്ന എന്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം അന്നത്തെ ഏറ്റവും ടോപ്പ് കാറിലായിരുന്നു. അതിനുശേഷം വന്ന ആള്, അഥവാ ഞാന് അടക്കമുള്ള ആളുകൾ ബെൻലിയിലും റോൾസ് റോയ്സിലുമാണ്. എന്റെ മകൻ ചിലപ്പോൾ അതിലും വലിയ കാർ ഉപയോഗിക്കും, ഹെലികോപ്റ്ററും ഇതൊക്കെ ഉപയോഗിക്കും. അയാളുടെ മകൻ വീണ്ടും എങ്ങോട്ട് തന്നെ തിരിച്ചെത്തും? ഒട്ടകപ്പുറത്തേക്ക് തന്നെ തിരിച്ചെത്തും. അല്ലാതെ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞത് അവൻ അതിലും വലിയത് ഉപയോഗിക്കുന്നല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഒരു പെയിനുള്ള ഒരാള് അധ്വാനിച്ച് അയാൾ ജനറേഷന് വേണ്ടി ഉണ്ടാക്കും. ആ ജനറേഷൻ അതിൽ കയറിയിരിക്കും. ആ ജനറേഷൻ അതിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താകും? സ്വസ്ഥനാകും. ആ സ്വസ്ഥത അവനെ ആലസ്യത്തിലേക്ക് കൊണ്ടുപോകും, അഥവാ ലേസിനെസ്സിലേക്ക് കൊണ്ടുപോകും, മടിയനാക്കി മാറ്റും. ആ മടി, ആലസ്യം കൊണ്ട് അവന്റെ ബിസിനസ് ഒക്കെ തകർന്ന് പഴയ ക്യാമലിലേക്ക് തന്നെ, ഹി വിൽ റിട്ടേൺ ടു ക്യാമൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹി വിൽ റിട്ടേൺ ടു ക്യാമൽ. അവൻ പിന്നെ ക്യാമലിലേക്ക് തന്നെ, ഒട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന. അതുകൊണ്ട് നമ്മുടെ മക്കളെ മടിയന്മാരായി വളർത്തിയാൽ നമ്മുടെ ബിസിനസ്സും കച്ചവടം പൊളിഞ്ഞില്ലാതാകുന്നു മാത്രമല്ല, പഴയതിൽ നിന്ന് തന്നെ അവൻ വീണ്ടും തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അടിപൊളി ബിസിനസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിക്കലാണ്. ഇത് കോഴിക്കോട് പൂണ്ണൂരുകാരാണ് ഇരിക്കുന്നത്. കോഴിക്കോട് IIMന്റെ ഉള്ളിൽ പോയി കണ്ടവരെന്ന് കൈപ്പൊക്കാട്ടെ, വെറുതെ പൊക്കരുത് കേട്ടോ. കോഴിക്കോട് IIMന്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടവരൊന്ന് കൈപ്പൊക്കാട്ടെ. ഞാൻ ചോദിക്കുന്ന അഹമ്മദാബാദിലെയും ബോംബെയിലെയും IIMനെ കുറിച്ചിട്ടല്ല. കോഴിക്കോട് IIM എന്നൊരു സ്ഥാപനമുണ്ട്. ആ IIMലേക്ക് അത് തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചു. അത് തിരുവനന്തപുരത്തുകാരും എറണാകുളത്തുകാരും ഒക്കെ IIMനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറയല്ല, ഞാൻ അദ്ദേഹം സ്നേഹിക്കുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ. ET മുഹമ്മദ് ബഷീർ സാബാണ് അത് കോഴിക്കോട് തന്നെ വരണമെന്ന് വാശി പിടിച്ചതും അദ്ദേഹമാണ് അതിനെ കൊണ്ടുവന്നത്. ETയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ IIM നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളെ മക്കൾ എന്തായാലും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ IIMൽ എത്തണമെങ്കിൽ CAT എന്ന് പറയുന്ന പരീക്ഷ. ഇനി നിങ്ങളൊന്ന് പോയി നോക്കുക. കോഴിക്കോട് IIMന്റെ ഉള്ളിൽ പോയാൽ ഞാൻ പറയുന്നു 10% പോലും മലയാളികളില്ല. ബാംഗ്ലൂരുകാർ, ഡൽഹിക്കാർ, കൽക്കട്ടക്കാർ, ബോംബെക്കാർ, ഏറ്റവും ടോപ്പ് ബിസിനസ്സുകാരുടെ മക്കളാണ് അവിടെ ഈ ടെസ്റ്റ് ഒക്കെ വന്നിട്ട് പഠിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവർക്കറിയാം അവരുടെ ബിസിനസ്സിനെ ഇനിയും ടോപ്പിലേക്ക് കൊണ്ടുപോകാൻ നല്ല വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന്. ഇപ്പൊ ഫാമിലി ക്ലാസ് നടക്കുമ്പോ ഫാമിലിയിൽ അങ്ങനെ സ്നേഹം ഉണ്ടാകണം, ഇങ്ങനെ ഇഷ്ടം ഉണ്ടാകണം എന്ന് പറയുന്നതിനും അപ്പുറം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ബിസിനസ് കണ്ടുകൊണ്ട് അവർ തുടങ്ങുന്നുവെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ടോപ്പ് റേഞ്ചിലെ ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച്, പെഡഗോഗിയെ കുറിച്ച്, HR എന്താണ്, എങ്ങനെയാ അവർ HR സെലക്ട് ചെയ്യുക. അപ്പൊ HR എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സ്റ്റാഫുകളാണ്. ആ സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് ക്രോണോളജിക്കലി അവർക്ക് ഓർഡർ നിശ്ചയിക്കുക, ആരായിരിക്കണം ഒരു GM, ആരായിരിക്കണം ഒരു CFO, ആരായിരിക്കണം ഒരു CEO, അയാളുടെ കപ്പാസിറ്റി എന്തൊക്കെ ആയിരിക്കണം, നമ്മുടെ ബിസിനസിനെ ടോപ്പിലേക്ക് എത്തിക്കുമ്പോൾ അതിലെ സ്റ്റാഫുകൾ ആരൊക്കെ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മുടെ ബിസിനസിനെ കൊണ്ടുപോകട്ടെ. അപ്പൊ കുടുംബ സംഗമം നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ മക്കളെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആക്കുക. അവരെ ബിസിനസ്സിലേക്ക് ഇറക്കാൻ പുറപ്പെട്ടാല് നിങ്ങൾക്കൊരു ധാരണയാകും, ബിസിനസ് പത്ര പഠിക്കാനൊന്നുമില്ലല്ലോ. നിങ്ങൾ ക്ഷമിക്കണം, സോറി ടു സേ, പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. ഏതെങ്കിലുമൊക്കെ മുതലാളിമാര് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ അവരുടേതായ ചാനലിൽ ഇരുന്നിട്ട് പറയും ബിസിനസ് ചെയ്യാൻ വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് തെറ്റായ ഒരു പ്രയോഗമാണ്.
കാരണം സാധനം വാങ്ങാനും വിൽക്കാനും വലിയ ആവശ്യമൊന്നുമില്ല. അടുത്ത തലമുറയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ നമ്മുടെ കൂടെ വേണമെങ്കിൽ നമുക്കത് വേണം. ഉദാഹരണത്തിന് ഏറ്റവും ടഫസ്റ്റ് ഏരിയ IIM ആണ്. ഇവിടെ JEE എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളൊന്ന് കൈപൊക്കിയാട്ടെ. ബിസിനസ്സുകാരെ മക്കളൊന്നും അധികമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഏതെങ്കിലും കുട്ടികളുണ്ടോ നോക്കട്ടെ. JEE എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാ മക്കൾ ഇവിടെ സ്റ്റുഡൻസിന്റെ എണ്ണം കുറവാ. നിങ്ങളാരും മക്കളെ കൊടുത്തിട്ടില്ലേ? പുതിയാപ്പളിയും പുതിയണ്ണും കൂടി കൊണ്ട് പോകുന്നതാ? ഇല്ല, മക്കൾ ഉണ്ടാവുമല്ലോ. ജോയിന്റ് എൻട്രൻസ് എക്സാം, ഇങ്ങനെ ഏറ്റവും ടോപ്പ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപ്പൊക്കിയ കണ്ടോ? ഇത്രയും ആൾക്കാർ, ഞാൻ അറിഞ്ഞത് ഇവിടെ എത്ര 1000 ചില്ല ആൾക്കാരുണ്ട്, 1200 മറ്റോ എന്നോട് പറഞ്ഞത്. 1200 ആളുകളിൽ നിന്ന് ഒരാൾ പോലും JEE എഴുതാൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നല്ല, ചിലപ്പോൾ പൊക്കാതിരിക്കണതാവാം. എന്താ JEE എഴുതിയുള്ള പ്രത്യേകത? ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഇന്ന് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ എന്തൊക്കെയാണോ അതൊക്കെ പഠിക്കാനുള്ള ഈ ചില്ലമാണ് IIT. ആ IITയിലേക്കുള്ള സാധ്യതയുടെ പേരാണ്, അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റിന്റെ പേരാണ് സത്യത്തിൽ എന്ത്? ശ്രദ്ധിക്കണേ, അതിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാം. ഞാനിത് പറയാൻ കാരണം, ഈ ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതി IITയിൽ നിന്ന് BTechഉം MTechഉം എടുത്തിട്ട് പിന്നെ കുട്ടികൾ പോകുന്ന ഇടത്തിന്റെ പേരാണ് ഏത്? IIM. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ഒരാളെ പറയാം. ഇവിടുന്ന് എങ്ങനെയാണ് കയറി കഴിഞ്ഞാൽ വയനാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട ID മുസ്തഫ, അതും അറിയില്ലേ? ID മുസ്തഫനെ അറിയില്ലേ? ID മുസ്തഫ NITയിൽ നിന്നാണ് എന്ത് ചെയ്തത്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്, നിങ്ങളുടെ ഈ NIT. അത് കഴിഞ്ഞിട്ട് പിന്നെ IIMൽ നിന്നാണ് എന്ത് ചെയ്തത്? PG ചെയ്തത്. അദ്ദേഹം ഉണ്ടാക്കുന്നതും വടയും ഇഡ്ഡലിയും തന്നെയാണ്. പക്ഷെ ആ വടക്കും ഇഡ്ഡലിക്കും വേറെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടില്ല, അപ്പോഴേക്കും 5000 കോടി ക്രോസ് ചെയ്തു. ദാറ്റ്സ് എഡ്യൂക്കേഷൻ, ദാറ്റ്സ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. ഒരു മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിന്റെ പാരമ്യതയാണത്. അദ്ദേഹം സാധാരണ ഒരു വടക്കച്ചവടവും സാധാരണ ഒരു ഇഡ്ഡലി കച്ചവടമാണ് ചെയ്തിരുന്നതെങ്കിൽ, വാപ്പ ചെയ്ത പോലെ വേറുള്ളവർ ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഹോട്ടലും കൊണ്ട് ഇരിക്കുന്നുണ്ടാവുമായിരുന്നു. ന്യൂജൻ ഫാമിലിയിലെ നമ്മുടെ കുട്ടികളെ ഹൈ ലെവലിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്താക്കണം? പഠിപ്പിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കണം. എന്നിട്ട് നമ്മൾ അവരെ ഫിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ്സിന്. ഞാൻ മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്തുകാരന എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനെ എൻ്റെ അരികിലേക്ക് വിടുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ. വീണ്ടും ആവർത്തിക്കുമെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, എൻ്റെ മോനെ നല്ല ഉഷാറായി UK വിട്ട് പഠിപ്പിക്കാങ്ങളൊന്ന് പറയുന്ന. എനിക്ക് 1500-ലേറെ വിദ്യാർത്ഥികൾ എനിക്ക് UK-ലുണ്ട്, ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ഉണ്ട്. അതിൽപ്പെട്ടൊരു കുട്ടിയാകട്ടെ എന്ന് വിചാരിച്ച് വാപ്പ എന്നെ സമീപിച്ച് ഞാൻ അവനെങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ പുറത്തോട്ടൊക്കെ ഒരു MBA ഒക്കെ ചെയ്ത് വന്നാളെ, എല്ലായിടത്തും പോയി ചെയ്ത് കാര്യമൊന്നുമില്ല കേട്ടോ, നല്ല യൂണിവേഴ്സിറ്റിയിലായിരിക്കണം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ കുട്ടി അതേപോലെ തന്നെ ചെയ്തു. അപ്പൊ വാപ്പക്ക് എന്താ പണിന്നറിയോ? ഫിഷ് മർച്ചന്റ്. എന്താ പരിപാടി? ഫിഷ് മർച്ചന്റ്. എന്താ ഫിഷ് മർച്ചന്റ് എന്ന് പറഞ്ഞാൽ? മത്സ്യ കച്ചവടം. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഫിഷ് മർച്ചന്റ്. എറണാകുളത്ത് വരുന്ന പോർട്ടിൽ നിന്ന് മീനെടുക്കുന്നു, വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കുന്നു. ബസ് മീൻസ് തിരൂരിലേക്ക് അല്ലെങ്കിൽ കൊല്ലത്തേക്ക്, എറണാകുളത്തേക്ക്. ഇങ്ങനെയായിരുന്നു വാപ്പയുടെ പരിപാടി. ആ വാപ്പ ഇവൻ വർഷം കഴിഞ്ഞ് അവന്റെ MBA ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും ഇവൻ വീട്ടിൽ തന്നെ ഇരിക്കുക. MBA പോയിട്ട് ഒരു മാറ്റമില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ UK അവനെ പഠിക്കാൻ വേണ്ടി വിട്ടത്. അങ്ങനെ കുറെ പൈസ എനിക്ക് ചെലവായി. ഞാൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞു കൊടുത്തത്. കുറെ പൈസ ഒക്കെ ചെലവായി. നമുക്ക് അതിന്റെ ഏജൻസി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ 1000 രൂപ പോലും ഇന്നേ വരെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന്, ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. ഞാനത് ക്യാമറയിൽ കൂടിയേ പറയുന്നത്. എല്ലാ കുട്ടികളും ഇത് കേൾക്കുന്നുണ്ടാവും ഭാവിയിൽ. പക്ഷെ ഈ കുട്ടിയും പോയിട്ട് വന്നു. ശരി, ഞാൻ ആ പയ്യനോട് വരാൻ പറഞ്ഞു. ഒരു ദിവസം അവൻ വന്നു, കോട്ടക്കല് എൻ്റെ ഓഫീസിൽ വന്ന്. അന്ന് എനിക്ക് അവിടെ ഒരു ഓഫീസുണ്ട്. അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. അവൻ പറഞ്ഞു, സാറേ നിങ്ങൾ എൻ്റെ ഉപ്പാനോട് ഒരു 6 മാസത്തേക്ക് ഒന്നും എന്നോട് മിണ്ടല്ലെന്ന് പറയുന്നു, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒന്നും പറയല്ലെന്ന് പറഞ്ഞു. എന്താ നിന്റെ പ്ലാന്? അവന്റെ പ്ലാനൊക്കെ പറഞ്ഞു. വർക്കാവോന്ന് എനിക്ക് പറഞ്ഞുകൂടാ. 6 മാസം കഴിഞ്ഞിട്ട് അവൻ അതിലിടക്ക് അവൻ എന്ത് ചെയ്തു? നേരെ US പോയി, UK പോയി, വേറെ ഏതൊക്കെ രാജ്യത്തൊക്കെ പോയിട്ട് വന്ന് വീണ്ടും ഉപ്പാന്റെ പൈസ പോയി. അവിടെയൊക്കെ പോയിട്ടുണ്ട്. വന്നിട്ട് അടിപൊളിയായിട്ട് എറണാകുളത്ത് ഒരു പരിപാടി കണ്ട് തുടങ്ങി, സീ ഫുഡ് എക്സ്പോർട്സ്. വാപ്പ ചെയ്യുന്ന പരിപാടി എന്താണ്? നിങ്ങൾ എന്താ പറയാത്തത്? വാപ്പ ചെയ്യുന്ന പരിപാടി എന്താണ്? മത്സ്യ കച്ചവടം. എവിടുന്ന്? എറണാകുളത്ത് നിന്ന് തിരൂരിക്ക്. ഇപ്പൊ മനസ്സിലായോ? ഇവൻ ഈ സീ ഫുഡ് എക്സ്പോർട്സ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? UK-ലേക്കും US-ലേക്കും. എന്തൊക്കെ? ചെമ്മീനും ചൂണയും
വിലപിടിപ്പുള്ള എല്ലാ മീനും US കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ ശതകോടീശ്വരനാണ്. പക്ഷേ വാപ്പയെപ്പോലെ ഒരിക്കൽ പോലും മീന് പോലും കാണുന്നില്ല. ദാറ്റ് ഈസ് പ്രൊഫഷണലിസം.